ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുതിയ തയ്യൽ മെഷീനാണ് കാണിക്കുന്നത്. ഇത് ബ്രദറിൻ്റെ GS3750WT എന്ന് പറഞ്ഞ മെഷീനാണ്. ഇത് ഇറങ്ങിയിട്ട് ഇപ്പം കുറേ നാളായെന്ന് തോന്നുന്നത്. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 37 സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പം വാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഞാനിപ്പോൾ അത് മേടിച്ച് അന്ന് എടുത്തു വെച്ച വീഡിയോയാണ്. പക്ഷെ അത് ഇതുവരെയും എനിക്ക് സമയം കിട്ടിയില്ല ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം ഇപ്പോഴാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിൽ 37 സ്റ്റിച്ചസ് ഉണ്ട്. അത് നമ്മൾ നോർമലി എംബ്രോയ്ഡറി ഒക്കെ ചെയ്യൂലേ, അതുപോലെയാണ്. അപ്പം ഇതിൽ മറ്റേ റൗണ്ട് ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രഷർ ഫുഡ് അഴിച്ച് മാറ്റിയിട്ട് റൗണ്ട് ഫ്രെയിം വെച്ചിട്ട് ചെയ്യണം. പക്ഷെ നല്ല പ്രാക്ടീസും ഒരു ബാലൻസിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വേണം, എന്നാലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിലൊരു സ്റ്റിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് പല വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ സ്റ്റിച്ചിൻ്റെയും ചില സ്റ്റിച്ചിനൊക്കെ ചെറിയ ഫ്ലവറിൻ്റെ ലീഫ് പോലത്തെയൊക്കെ ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്കതിൽ ഓരോ സ്റ്റിച്ച് വീതം എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും, സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രോക്കിലും ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഷോളിൻ്റെയും സ്ലീവിൻ്റെ എഡ്ജിലൊക്കെ അടിക്കാൻ പറ്റിയ സ്റ്റിച്ചസ് വേറെയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ മുകളിൽ ഓരോ സ്റ്റിച്ചിൻ്റെ പടം കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോരോ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് താഴെ ഈ റൗണ്ട് വീലിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ച് കിട്ടും. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ അത് വേണമെന്ന് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഷോളിൻ്റെ സാരിയുടെയൊക്കെ അറ്റത്ത് ഉരുട്ടി തയ്ക്കൂലേ, അത് രണ്ടുമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റിച്ച് തന്നെ ചെറുതാക്കിയും വലുതാക്കിയും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വിഡ്ത്ത് കൂട്ടുമ്പോഴത്തേക്കും കണ്ടില്ല, സ്റ്റിച്ച് കുറച്ചും കൂടി വലുതായി കിട്ടും. മുകളിൽ ചെറുതും താഴേക്ക് വലുതുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.